പ്രത്യേകിച്ച് എവിടേക്കും പോകണില്ല. ഇന്നെല്ലാം പാക്കപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതുകൊണ്ട് വലിയ സന്തോഷമോ വലിയ എക്സൈറ്റ്മെൻറ്റ് ഇന്നലത്തെ പോലത്തെ ഇല്ല. പക്ഷേ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ തിരിച്ച് പോകണമല്ലോ, എന്നാലല്ലേ അടുത്ത ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് രാവിലെ എണീറ്റിട്ട് ഹോം ടൂർ ചെയ്യണം എന്ന്, ഹോം ടൂർ അല്ല സോറി, നമ്മളിപ്പോൾ താമസിച്ച ഈ റിസോർട്ട് ഇതിൻ്റെ ടൂർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് രാവിലെ വളരെ നേരത്തെ എനിക്കിടെ കാരണം ഞങ്ങൾ വളരെ സമയത്ത് ടാക്സിയിൽ കയറണ കാരണം സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നാൽ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരു റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലത്തെ കുറേ കോട്ടേജസ് ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്. നല്ല രസം. അത് നിങ്ങൾ എത്ര വലിയ ഗ്രൂപ്പാണോ അതിനനുസരിച്ചിട്ടുള്ള അക്കോമഡേഷൻ നമുക്ക് ഇവരുടെ അടുത്തുണ്ട്. ഇനിയുണ്ട് കുറേ ഉള്ളിലേക്കും. നമ്മുടെ റിസപ്ഷനൊക്കെ ആ ഭാഗത്താണ്. അവിടെ കുറേ കാറുകൾ കാണുന്നില്ലേ. പിന്നെ മെയിൻ റോഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് കടലുമാണ്. ചുറ്റും നല്ല ഗ്രീനറി ഉള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ 2 ഫാമിലി ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ 4 ബെഡ്റൂം കോട്ടേജാണ്. കയറി വന്ന ഒരു എൻട്രൻസ്, പിന്നെന്താ ഇത് മേളിലേക്കുള്ള സ്റ്റെയർസ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം, ടോയ്ലറ്റ്, ഷവറുണ്ട്. അത്യാവശ്യം നല്ല നീറ്റൊക്കെയാണ്. ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു ഡോറുണ്ട്. ഇവിടെയാണ് ലിവിങ് റൂം. ലിവിങ് റൂമിൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങളൊന്നും മൈൻഡ് ആക്കണ്ട. വലിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഇവിടെ, 8 സീറ്റർ ഐ തിങ്ക്. ഇവിടെ ഒരു ടി വി. പിന്നെ ഇവിടെ നല്ല കോസി ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ അടിപൊളി കിച്ചൺ. നമ്മുടെ ചീഫ് ഷെഫ് സന്തോഷ് ഏട്ടൻ എന്നും രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന സ്ഥലം. കിച്ചൺ വളരെ ബ്യൂട്ടിഫുള്ളും ഫുള്ളി എക്യുപ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഇതിൽ. പിന്നെ പാത്രങ്ങളുണ്ട് ഇഷ്ടം പോലെ. ഇതിനകത്ത് ഇപ്പോൾ ഡിഷ് വാഷർ ഓൺ ആണ്. പിന്നെ എല്ലാ കട്ട്ലറീസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീസറുണ്ട്, കപ്പ്, ഗ്ലാസ്, പ്ലേറ്റ്സ് ഇഷ്ടം പോലെ. നമുക്ക് ആവശ്യം ഉള്ള കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇഷ്ടം പോലെ പാത്രങ്ങളൊക്കെ. മാളു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ കിച്ചണിൽ നമ്മുടെ ഒരു സൺഡെക്ക് ഉണ്ട്, അവിടേക്ക് പോകാനുള്ള ഒരു ഡോറ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, എനിക്കിഷ്ടമായത്. ഈ കുടയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ വെച്ച് പിടിപ്പിച്ചു. ബാക്കിലെ വ്യൂ ഒക്കെ നോക്കി നമുക്കിവിടെ ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ഇരിക്കാം. പക്ഷെ അങ്ങനെ ഇരിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നല്ല സൂപ്പർ പ്രോപ്പർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ നിന്ന് മാറി ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ പോലെ എവിടെയെങ്കിലും ഒരു 2 ദിവസം ജോലിക്ക് തിരക്ക്, കുക്കിങ്, വീട്ടിലെ കാര്യങ്ങൾ അതൊക്കെ മാറ്റി വെച്ച് വെറുതെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് എവിടെയും പ്രത്യേകിച്ച് സ്ഥലങ്ങൾ പോയി കാണണ്ട എന്നുണ്ടെങ്കിൽ കൂടി ഇവിടെ വന്നിരുന്ന് ഇതുപോലെ ആരെങ്കിലും വേറെ ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യുക. കാരണം വീട്ടിനകത്തും നമുക്കിപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പുറത്തുനിന്നല്ല കഴിക്കാറ്. കാരണം പിന്നെ അതിനായിട്ടും സമയം പോകും. അപ്പോൾ നമ്മൾ പാല്, കോൺഫ്ലേക്സ് അല്ലെങ്കിൽ ബ്രെഡ് ബട്ടർ ജാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾറെഡി വൈകുന്നേരം തിരിച്ച് വരുന്ന സമയത്ത് മേടിച്ചിട്ട് രാവിലെ കഴിച്ചിട്ടാണ് പിന്നെ ഇവിടുന്ന്. അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ കാണാം. ഇനി ഇവിടുന്ന് ഇത് മെയിൻ ഡോറ് കഴിഞ്ഞ് ഇവിടെ സ്റ്റെയർകേസ്. വാ, മുകളിൽ 4 ബെഡ്റൂംസ് ഉണ്ട്. ഇവിടെ ഒരു റൂം, 2 ബെഡ് ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ ചേച്ചിയുടെ സന്തോഷേട്ടൻ്റെ റൂം. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഓൾറെഡി പോകാനൊക്കെ റെഡി ആയിട്ടായിരിക്കണേ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം. വാർഡ്രോബ് ഉണ്ട്. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ കാണാം നമുക്ക്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ കണ്ടിരിക്കാം. എല്ലാ റൂംസിലും ഓരോ ടി വി ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം.
ഇവിടെയാണ് മാളും ഖുഷിയും കിടന്നത്. അങ്ങനെ 4 ബെഡ്റൂംസ് ഉണ്ട്. ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു 2 ഫാമിലിക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു വീട്, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള വീട്. പിന്നെ ലൊക്കേഷൻ വൈസും നല്ല ലൊക്കേഷൻ. പിന്നെ വേഗം താഴെ പോയിട്ട് ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് റെഡിയാണ്. അങ്ങനെ എല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളത് തിരിച്ചു പോകാൻ നമ്മുടെ വണ്ടി ഡ്രൈവർ ചേട്ടൻ വന്നു. 3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞു. അതെ, നന്നായി എൻജോയ് ചെയ്തു. നല്ല ക്ലൈമറ്റ്, ഇന്നലെ കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു മൊത്തത്തിൽ. പിന്നെ ഈ വണ്ടി ഒരു 7 സീറ്ററാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ തന്നെ ട്രിപ്പ് എടുക്കും. അപ്പോൾ ആൾ തന്നെ എപ്പോഴും വന്ന് ഞങ്ങൾ തന്നെ പിക്ക് ചെയ്തിരുന്ന എല്ലാ ആൾ തന്നെയായിരുന്നു. ഗോ ടാക്സി ആപ്പ് അല്ലേ? ഗോ ടാക്സി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾ 7+ എസ്പെഷ്യലി ഡോഗിനെ കൊണ്ടുവരുന്നതാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇങ്ങനത്തെ ടാക്സിയിൽ അവർ അലൗ ചെയ്തു. നല്ല ഒരു മനുഷ്യനാണ്. അതെ, പുള്ളിക്കാരൻ നല്ല അടിപൊളി, നല്ല ജോളി ശർമ്മൻ. പുള്ളി എൻജോയ് ചെയ്തു. ഇന്ത്യൻ മോം ഇൻ ലണ്ടൻ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കേർലി കോട്ടേജ് 2നോട് നമ്മൾ യാത്ര പറയേണ്ട. ടാറ്റ, ബൈ ബൈ. അങ്ങനെ ഹോവർക്രാഫ്റ്റ് ഇറങ്ങി ഞങ്ങൾ ബസ് പിടിച്ചു. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തി. ബസ് ഇറങ്ങിയിട്ട് ഈ പോർട്സ്മൗത്ത് ആൻഡ് സൗത്ത് ഇവിടെ നിന്നാണ് നമ്മുടെ നെക്സ്റ്റ് ട്രെയിൻ. റിട്ടേൺ ജേർണി ആയതുകൊണ്ട് വരുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും ആർക്കും കാണാനില്ല. സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എല്ലാവരുടെയും ബാറ്ററിയൊക്കെ പോയി ചാർജ്. കിങ്സ്റ്റണിലേക്ക് പോയി. ഞങ്ങൾ ഇനി ലിവർപൂൾ സ്ട്രീറ്റിലേക്ക് പോകാൻ പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ബെൽജിയൻ ചോക്ലേറ്റിൻ്റെ ഒരു സ്റ്റോർ കണ്ടപ്പോൾ ചോക്ലേറ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളോട് ഈസ്റ്റർ എഗ്സ് ട്രൈ ചെയ്തോളാം പറഞ്ഞു അവർ. ലിവർപൂൾ സ്ട്രീറ്റിൽ നിന്ന് ട്രെയിനിൽ കയറി നമ്മൾ വസാബിയിൽ നിന്ന് ഒരു ലഞ്ച് മേടിച്ചു. കട്സുക്കറി റൈസ്, അത് ചൂടോടെ കഴിക്കാൻ പോവാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചില്ലി ബൈറ്റ്സ്. ഇത് നമ്മുടെ അരിമുറുക്ക് കൊണ്ടാട്ടം പോലെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. മൊത്തം ട്രിപ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ? നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫണ്ണായിരുന്നു. എൻജോയ് ചെയ്തു അല്ലേ? വെരി ഗുഡ്. ഞങ്ങളപ്പോൾ മാനിങ് ടു എത്തി. അടുത്ത സ്റ്റോപ്പ് ഇപ്സ്വിച്ചാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ ഒരാളുടെ അവസ്ഥ. ഇനി ഇപ്സ്വിച്ചിൽ ഇറങ്ങുമെന്നറിയില്ല. ഇനി ഇപ്സ്വിച്ച് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുമെന്നറിയില്ല. സോ ഐൽ ഓഫ് വൈറ്റിന് തിരിച്ചെത്തി. ഡിന്നർ പരിപാടി നോക്കുക. വന്ന് കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം ഞാനും ടയർഡായിരുന്നു. കുറച്ച് നേരം അങ്ങനെ കിടന്നുറങ്ങി. ടയർഡിച്ചാൽ എന്തായാലും ഒരു 2-3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. പക്ഷെ നല്ല അടിപൊളി യാത്രയായിരുന്നു അല്ലേ മാളും? ഒരു 3 ദിവസം നല്ലൊരു ബ്രേക്ക് കിട്ടി. ജോലിയും നമ്മുടെ നോർമൽ റുട്ടീനിൽ നിന്നൊക്കെ നല്ലൊരു ബ്രേക്ക് കിട്ടി. അപ്പോൾ വരണ വഴിക്ക് കുറച്ച് പാലും പിന്നെ ദോശമാവും മേടിച്ചു വന്നു. ഏറ്റവും നമ്മുടെ എന്താ പറയുക റെസ്ക്യൂ ഫുഡാണല്ലോ ദോശ. എനിക്കിഷ്ടമാണ്. എന്താ പറയുക, കഴിക്കാനും ഉണ്ടാക്കാനും ഒക്കെ എളുപ്പം. അപ്പോൾ ദോശ ഉണ്ടാക്കി വേഗം കിടന്നുറങ്ങാനാണ് പരിപാടി. ഏട്ടൻ പുറത്ത് പോയിരിക്കുക എന്തോ ഒരു കാര്യത്തിന്. ഇപ്പോൾ വരും. അപ്പോഴത്തേക്കും ഞാനും ആളും ദോശ കഴിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന വരെയെത്തിക്കും എല്ലാവർക്കും ബൈ.